ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എല്ലാവർക്കും കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ മകരജ്യോതിയെക്കുറിച്ചും മകരസംക്രമത്തെക്കുറിച്ചും ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് പറയാമെന്ന് കരുതിയാണ്. ജനുവരി 15-ാം തീയതി മകരം 1-നാണ് ശബരിമലയിലെ പ്രസിദ്ധ ഉത്സവവും അതിനോടനുബന്ധിച്ച മകരജ്യോതി. മകരസംക്രാന്തി നാളിൽ പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന ദിവ്യ ജ്യോതിസുമായി ബന്ധപ്പെട്ട് പല ഐതിഹ്യങ്ങളും പല വിവാദങ്ങളും നടന്നിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്കേവർക്കും അറിയാമല്ലോ. ഞാൻ കേട്ടിരിക്കുന്ന ഒരു വിവരണമാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. പരശുരാമൻ അയ്യപ്പ പ്രതിഷ്ഠ നടത്തിയപ്പോൾ ഇന്ദ്രനും നാരദനും ചേർന്ന് വിളക്ക് തെളിയിച്ചു എന്നാണ് പ്രധാന ഐതിഹ്യം. പിന്നീട് ഇത് ആദിവാസികൾ തുടരുകയും മകരവിളക്കായി അറിയപ്പെടുകയുമായിരുന്നു. മകരസംക്രാന്തി ദിവസം ആകാശത്ത് ഉദിക്കുന്ന നക്ഷത്രത്തെ മകരം ജ്യോതിയെന്നും പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന ദീപം മകരവിളക്കെന്നും പറയുന്നു. വൈകുന്നേരം അയ്യപ്പസ്വാമിയുടെ ദീപാരാധനയോടൊപ്പം പൊന്നമ്പലമേട് എന്ന മലയുടെ മുകളിലുള്ള വനക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡ് ജീവനക്കാരും അയ്യപ്പ സേവസംഘം പ്രവർത്തകരും പോലീസ് അകമ്പടിയോടെ അവിടെ എത്തി പൊന്നമ്പലമേട്ടിൽ കർപ്പൂരം കത്തിക്കുന്നതാണ് ശബരിമലയിലെ ഇപ്പോഴുള്ള മകരവിളക്കെന്ന്. പണ്ട് ആദിവാസികളായിരുന്നു തെളിയിച്ചിരുന്നത്. ഇപ്പോൾ അത് ഇങ്ങനെ ഈ രീതിയിലാണ് തെളിയിക്കുന്നത്. മകരവിളക്ക് ദീപാരാധന സമയത്ത് ഇവിടെ തെളിയിക്കുന്നത് പ്രതീകാത്മകമായിട്ടാണ് ഉള്ള ദീപാരാധനയാണ്. അതുകൊണ്ടാണ് 3 വട്ടം ആലങ്കാരികമായി തെളിയിക്കുന്നത്. സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരൻ രാശിയിലേക്ക് മാറുന്ന സംക്രമവേളയിലാണ് മകരസംക്രമ പൂജ തുടങ്ങുന്നത്. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കവടിയാർ കൊട്ടാരത്തിൽ നിന്നും കൊണ്ടുവരുന്ന അയ്യപ്പമുദ്ര പതിച്ച നെയ്യാണ് ഈ സമയം ഇവിടെ അഭിഷേകം ചെയ്യുക. അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയനായ പന്തള രാജാവ് പണിയിച്ച ആടയാഭരണങ്ങളും ഈ മകരസംക്രമവേളയിൽ അണിയിക്കുന്നു. ഈ ദീപാരാധനയ്ക്ക് ശേഷം അദ്ദേഹം കൊണ്ടുവരുന്ന ആഭരണങ്ങളാണ്, അയ്യപ്പന് വേണ്ടി പണിയിച്ചതാണ് അദ്ദേഹം. ആ ആഭരണങ്ങളാണ് ഇവിടെ അണിയിക്കുന്നത്. ഇതാണ് ചുരുക്കത്തിലുള്ള വിവരണം. ധാരാളം ഉണ്ടെങ്കിലും ഞാൻ വളരെ ചുരുക്കി ഈ മകരജ്യോതിയെ മകരസംക്രമത്തിനെ കുറിച്ചുള്ള പലരുടെയും വാദങ്ങൾക്ക് ഇങ്ങനെ ഒരു കഥ കേട്ടത് പറയുകയാണ്. മകരജ്യോതിക്ക് ശേഷം മകരവിളക്കുത്സവത്തിനും തുടക്കമാകും. ഇത്രയുമാണ്. ഇനി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.